ഗ്രാമ്യമായ വിലയേറിയ ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് വേങ്ങേരി. പണ്ട് വളരെ പണ്ട് പളനിയിൽ നിന്നും കൊണ്ടുവന്നൊരു മുരുക വിഗ്രഹം ഇവിടെ ഒരു വേങ്ങ മരത്തിലേക്ക് ചാരി വെച്ച് കൊണ്ടുവന്നവര് കുളിക്കാൻ പോയപ്പോ അതവിടെ കുടുങ്ങിപ്പോയിത്രേ. മുരുകൻ ഇവിടെ നിൽക്കാനാണ് താല്പര്യം എന്ന് മനസ്സിലാക്കി അവര് മുരുകനെ അവിടെ പ്രതിഷ്ഠിച്ചു. വേങ്ങയിൽ ചാരി നിന്ന ദൈവമായതിനാൽ ഈ ക്ഷേത്രം വേങ്ങാചാരി ക്ഷേത്രം എന്നറിയപ്പെട്ടു. വേങ്ങാചാരി വേങ്ങേരിയായി മാറി. പിന്നീട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഗ്രാമം ക്ഷേത്രത്തിന്റെ പേരിലും വേങ്ങേരി എന്നറിയപ്പെട്ടു. പാളയം മാർക്കറ്റ് മറ്റൊരിടത്തേക്ക് മാറ്റാൻ ആദ്യം തീരുമാനിച്ചപ്പോ അതിന് വേങ്ങേരിക്കാണ് ആദ്യം നറുക്ക് വീണത്. എന്നാൽ വേങ്ങേരി മറ്റൊരു പച്ചക്കറി മാർക്കറ്റായി ഉദയം ചെയ്യുകയും പാളയം മാർക്കറ്റ് അതുപോലെ നിലനിൽക്കുകയും ചെയ്തു. ദേശീയപാതയിലെ വേങ്ങേരി കാഴ്ചകളും മനോഹരമാണ്. വേങ്ങേരിയെ കുറിച്ച് പറയുമ്പോൾ വിട്ടുപോകരുതാത്ത ഒന്നാണ് നിറവ്. കോഴിക്കോട് ജില്ലയിൽ ആരംഭിച്ച ഓർഗാനിക് കൃഷി, പരിസ്ഥിതി സംരക്ഷണം, മാലിന്യ നിയന്ത്രണം, ജല ഊർജ സംരക്ഷണം, വീട് തോട്ടങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവാണ് നിറവ്. നിറവിനെ മറന്നുകൊണ്ട് വേങ്ങേരിയെ കുറിച്ച് പറയാൻ സാധിക്കില്ലല്ലോ. നിറവ് ഒരു അൽപൊളിയാണ്, വേങ്ങേരി ജംഗിൾ പൊളിയാണ്. നിങ്ങൾക്കറിയാവുന്ന വേങ്ങേരി വിശേഷങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.